വ്യത്യസ്തമാർന്ന വിശ്വാസരീതികളും ആചാര അനുഷ്ഠാനങ്ങളും പ്രകൃതിയുമായി ഇവയ്ക്കുള്ള സമരസതയും എപ്രകാരമാണ് എന്ന എൻ്റെ കൗതുകത്തെ ശമിപ്പിക്കാനായി ഞാൻ നടത്തുന്ന കുഞ്ഞു കുഞ്ഞു യാത്രകൾക്കിടയിൽ ഞാൻ കണ്ടുമുട്ടിയൊരു മഹാക്ഷേത്രത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് എന്ന സ്ഥലത്തുള്ള കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. സംഹാരത്തിൻ്റെ മൂർത്തിയായ ആദിയോഗിയായ മഹാദേവൻ ഇവിടെ സർവരോഗ സംഹാരിയായ വൈദ്യനാഥനായി കുടികൊള്ളുന്നു. വൈദ്യനാഥ സങ്കല്പങ്ങളുള്ള ശിവക്ഷേത്രങ്ങൾ കേരളത്തിൽ വളരെ വിരളമാണ്. അത്തരം ഒരു അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്നൊരു പ്രത്യേകത കൂടി വൈദ്യനാഥ ക്ഷേത്രത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അത്യപൂർവങ്ങളായ ആചാരങ്ങളും വിശ്വാസവും രീതികളുമാണ് വൈദ്യനാഥ ക്ഷേത്രത്തിലുള്ളത്. TTK ദേവസ്വത്തിന് കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വൈദ്യനാഥ ക്ഷേത്രം. ഇതുകൂടാതെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രവും ഇതേ ദേവസ്വത്തിന് കീഴിൽ തന്നെയാണ് വരുന്നത്. ഈ രണ്ട് ക്ഷേത്രങ്ങളും വൈദ്യനാഥ ക്ഷേത്രത്തിൻ്റെ 5 കിലോമീറ്റർ പരിധിക്കുള്ളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് ഒരുപാട് കഥകൾ പ്രചരണത്തിലുണ്ടെങ്കിലും മൂഷിക വംശരാജാവായ ശ്രീകണ്ഠൻ രാജരാജേശ്വര ക്ഷേത്രത്തിൽ പകൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷിദ്ധമായതിനാൽ സ്ത്രീകൾക്ക് കൂടി ആരാധന നടത്താൻ പാകത്തിൽ 8-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായിട്ടുള്ള ഐതിഹ്യം. ആദ്യം സൂചിപ്പിച്ചതുപോലെ മഹാരോഗസംഹാരിയായ വൈദ്യനാഥനായിട്ട് ശിവൻ ഇവിടെ ആരാധിച്ചു വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വ്യത്യസ്തമാർന്ന പല കാഴ്ചകളും നമ്മൾക്ക് ഈ ക്ഷേത്രത്തിൽ ചെന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതിലൊരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ട് നടന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ നടപ്പാതയിലൂടെ മനോഹരമായൊരു നടപ്പാത കാണാൻ സാധിക്കും. ആ നടപ്പാതയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ രണ്ട് വശത്തുമായിട്ട് വളരെ പച്ചപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ പച്ചപ്പ് എന്ന് പറയുന്നത് ഒരുപാട് ഔഷധ മൂല്യങ്ങളുള്ള സസ്യങ്ങളെയാണ് അവിടെ നട്ടു വളർത്തിയിട്ടുള്ളത്. അതിലേറ്റവും പ്രബലമായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് അവിടെ കാണുന്ന കാഞ്ഞിര മരവും ആ കാഞ്ഞിര മരത്തിൻ്റെ തറയും ആൽത്തറയും അതുപോലെ തന്നെ രണ്ട് വശത്തുമുള്ള മറ്റ് പ്രത്യേകതയാർന്നിട്ടുള്ള മരങ്ങളുമാണ്. ഈ നടപ്പാതയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ വലതുവശത്തായി ക്ഷേത്രച്ചിറ എന്നൊരു ബോർഡുണ്ട്. ആ ഭാഗത്തൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രച്ചിറയിൽ എത്താൻ സാധിക്കും. ഈ ക്ഷേത്രച്ചിറയ്ക്കുമുണ്ട് കേട്ടോ വളരെ പ്രത്യേകതകൾ. കാരണം ഈ ക്ഷേത്രച്ചിറയിൽ 3 കിണറുണ്ട് എന്നും ആ 3 കിണറിൽ ഒരുപാട് ഔഷധ സസ്യങ്ങളുടെ സാന്നിധ്യമുണ്ട് എന്നും ആ ഔഷധ സസ്യങ്ങളുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ ഈ ക്ഷേത്രച്ചിറയിൽ ഇറങ്ങി കുളിച്ച് അല്ലെങ്കിൽ ദേഹശുദ്ധി വരുത്തി അതിന് കഴിയാത്തവർ കൈകാല് കഴുകുക മറ്റു ചെയ്തിട്ട് ഈ ജലവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോഴാണ് ഈ ക്ഷേത്രത്തിൻ്റെ ദർശനം സമ്പൂർണ്ണമാകുന്നതെന്നാണ് പറയപ്പെടുന്നത്. ആ ഔഷധ സസ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ക്ഷേത്രച്ചിറയിൽ നമ്മൾ കൈകാൽ കഴുകി ശുദ്ധി വരുത്തിയിട്ട് വേണം ഇതിൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. ഈ ചിറയിലെ വെള്ളത്തിന് പോലും ഔഷധ മൂല്യമുണ്ടെന്നാണല്ലോ പറഞ്ഞത്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ വരുമ്പോൾ നമുക്ക് സാധാരണ ക്ഷേത്രങ്ങളിൽ കാണാൻ കഴിയാത്ത പല പ്രത്യേക വഴിപാടുകളും ഇവിടെ കാണാൻ സാധിക്കും. സാധാരണ ക്ഷേത്രങ്ങളിൽ ജലധാര, നെയ്വിളക്ക്, പിൻവിളക്ക്, രുദ്രാഭിഷേകം അങ്ങനെയൊക്കെയുള്ള വഴിപാടുകളല്ലേ കാണാൻ സാധിക്കാറ്. ഇതുകൂടാതെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ ക്ഷീരധാര അതുപോലെ തന്നെ വെണ്ണ പൊതിഞ്ഞ ധാര ഇങ്ങനൊരു 2 പ്രത്യേക വഴിപാട് കൂടിയുണ്ട്. ക്ഷീരധാര ഒരുപാട് ഔഷധ മൂല്യങ്ങൾ അടങ്ങിയിട്ടുള്ള പാല് ആണ് നമുക്ക് പ്രസാദമായിട്ട് തരുന്നത്. അതുപോലെ തന്നെ വെണ്ണ പൊതിഞ്ഞ ധാര എന്ന് പറയുമ്പോൾ ശിവൻ്റെ ശിരസിൽ വെണ്ണ കൊണ്ട് ഉച്ചിയിൽ വെണ്ണ കൊണ്ട് ഒരു തടമുണ്ടാക്കി അതിലേക്ക് ധാര നടത്തി ആണ് ആ വഴിപാട് പൂർത്തീകരിക്കുന്നത്. ഇത് രണ്ടിൻ്റെയും പ്രസാദം നമ്മൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾക്കൊരു പ്രത്യേക ഔഷധ മൂല്യമുള്ള പാല് സേവിക്കാനായിട്ട് തരും ക്ഷേത്രം മേൽശാന്തി. ആ ഔഷധമൂല്യങ്ങൾ അടങ്ങിയ പാലാണ് നമുക്ക് ആദ്യം തരുന്നത്. അത് സേവിച്ച ശേഷമാണ് നമ്മൾ പ്രാർത്ഥനയോട് കൂടിയിട്ട് ഭഗവാനെ തൊഴുകേണ്ടത്. അതുപോലെ തന്നെ വെണ്ണ പൊതിഞ്ഞ ധാരയുടെ പ്രസാദമായിട്ടും നമുക്ക് കിട്ടുന്ന വെണ്ണയിലും ഒരുപാട് ഔഷധ മൂല്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതുകൂടാതെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് കയർ വഴിപാട്. കയർ വഴിപാട് ശ്വാസകോശ സംബന്ധിയായിട്ടുള്ള അസുഖങ്ങൾക്ക് നടത്തപ്പെടുന്നതാണ്. ഇതുകൂടാതെ ത്വക്രോഗ സംബന്ധിയായിട്ടുള്ള അസുഖങ്ങൾക്കും ഇവിടെ പലതരത്തിലുള്ള വഴിപാടുകൾ നടത്തപ്പെടുന്നുണ്ട്. കിഴക്കോട്ട് ദർശനമായി ശിവൻ ഇവിടെ ഇരിക്കുന്നു. ഇതുകൂടാതെ ഗണപതി, ഭഗവതി, അയ്യപ്പൻ തുടങ്ങിയ ഉപദേവതമാരുടെ സാന്നിധ്യവും ഉണ്ട്.
ഇവിടുത്തെ മറ്റൊരു സവിശേഷതയാണ് കാഞ്ഞിര മരത്തിൻ്റെ സാന്നിധ്യം. കാഞ്ഞിര മരത്തിൻ്റെ സാന്നിധ്യത്തിന് ഔഷധ മൂല്യമുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ കാഞ്ഞിരത്തറയ്ക്കും പ്രത്യേകതയുണ്ട്. ആലും കാഞ്ഞിര മരവും അതുപോലെ തന്നെ ഇവിടുത്തെ ഔഷധ സസ്യങ്ങളും ക്ഷേത്രച്ചിറയും ക്ഷേത്രത്തിൻ്റെ പവിത്രതയ്ക്കും പൗരാണികതയ്ക്കും ഏറെ മാറ്റുകൂട്ടുന്ന കാഴ്ചകളാണ്. ഇതുകൂടാതെ ഇവിടുത്തെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഞായറാഴ്ചകളിലാണ് ഇവിടെ ക്ഷേത്ര ദർശനം നടത്തേണ്ടത് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടന്നത് ഞായറാഴ്ചയാണ്, മലയാള മാസത്തിലെ ഒരു 6-ാം തീയതി. അതുകൊണ്ട് തന്നെ 6 ഞായർ എന്നറിയപ്പെടുന്ന ആ ദിവസം, അതായത് മലയാള മാസത്തിലെ 6-ാം തീയതിയും ഞായറാഴ്ചയും കൂടി ചേർന്ന് വരുന്നൊരു ദിവസം ഇവിടെ ക്ഷേത്ര ദർശനത്തിനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നു ചേരുന്നു. അന്ന് ക്ഷേത്രത്തിലെ തിരക്ക് വളരെ കൂടുതലാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു സവിശേഷത ധനുമാസത്തിലെ 10-ാം തീയതി കെട്ടിയാടുന്ന തെയ്യക്കോലങ്ങളാണ്. ഇതുകൂടാതെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും കാണപ്പെടുന്നത് പോലെ ശിവരാത്രിക്കും അതുപോലെ തന്നെ തിരുവാതിരയ്ക്കുമൊക്കെ ഇവിടെ പ്രത്യേകതകളും സവിശേഷതകളുമുണ്ട്. ഇവിടെ വന്നു ചേരുമ്പോൾ എല്ലാ തരത്തിലുള്ള മാറാവ്യാധികളും വിട പറയുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാരണം ക്ഷേത്രച്ചിറയിലും വലിയ ബലിക്കല്ല്, സോപാനം, 4 അമ്പലത്തിനുള്ളിലെ കിണർ, മൂലബിംബം, ഇവിടെയൊക്കെ കാണപ്പെടുന്ന അമൂല്യങ്ങളായിട്ടുള്ള ഔഷധ സസ്യങ്ങൾ മനുഷ്യരുടെ അസുഖങ്ങളെ മാറ്റാനായിട്ട് സഹായിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അഭിഷേക തീർത്ഥം മുതൽ നമ്മൾക്ക് ആ ഒരു രോഗസംഹാരിയായ വൈദ്യനാഥൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. പ്രത്യേകമായിട്ടുള്ളൊരു ശാന്തി, ഒരു സമാധാനം നമുക്കിവിടെ തീർച്ചയായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും.